മധുരയിൽ മുൻപ് നടന്ന രണ്ടു പാർട്ടി കോൺഗ്രസുകളും നിർണായകമായ സമയങ്ങളിലായിരുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ 24നോട് പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ചേരുകയാണ് 24നൊപ്പം. സഖാവ്, ഇതൊരു നിർണായകമായ പാർട്ടി കോൺഗ്രസ്. ദേശീയ സാഹചര്യം നോക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെയും പാർട്ടിയുടെയും സാഹചര്യം നോക്കുമ്പോൾ മധുരയുടെ ചരിത്രപരമായ മണ്ണിൽ പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രസക്തമാവുക? അല്ല, CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള വലതുപക്ഷ വൽക്കരണം നടന്നു കഴിഞ്ഞിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിനെ അപകടപ്പെടുത്തുന്ന വൈകാരിക തലങ്ങളും അതോടൊപ്പം തന്നെ ജീവിത പ്രശ്നങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. വർഗീയത ശക്തിപ്പെടുന്നു എന്നുള്ളത് മനുഷ്യന്റെ പൊതുയോജിപ്പിനെ ദുർബലപ്പെടുത്തുന്ന ഘടകമാണ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു സമൂഹത്തിൽ ഇടതുപക്ഷത്തിന് ഒരു വർദ്ധമാനമായ പ്രസക്തിയുണ്ട്. ലെഫ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് ഇത്തരം തകരാറുകളെ അതിജീവിക്കാനുള്ള പുതുമുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ ഇവിടെ സമ്മേളനം മധുരയിൽ നടന്ന രണ്ട് സന്ദർഭങ്ങളും ഇതുപോലെ വളരെ പ്രാധാന്യമുള്ള സന്ദർഭത്തിലാണ്. 1948 കൽക്കത്ത തീസിസിന് ശേഷമാണ് മധുരയിൽ സമ്മേളിച്ച് ഒരു പുതിയ തരത്തിലേക്കുള്ള പാർട്ടിയുടെ നയപരിപാടി വരികയും നന്നായിട്ട് തന്നെ പാർട്ടി അഡ്വാൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേറൊന്ന് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുമ്പാണ്. രാജ്യത്ത് ഏറ്റവും അപകടകരമായ ഏകാധിപത്യത്തിലേക്കുള്ള വഴി തുറക്കാൻ പോകുന്നു എന്നുള്ള വസ്തുതയെ ആദ്യമായി രാഷ്ട്രീയ പാർട്ടി ചൂണ്ടിക്കാണിച്ച CPM-ന്റെ മധുര സമ്മേളനമായി. അതിനെ പിൽക്കാലത്ത് നമ്മൾ മുറിച്ചു കിടന്നു. ഇന്നും വളരെ പ്രയാസകരമായ ഒരു കാലം ഈ രാജ്യം അഭിമുഖീകരിക്കുന്നു. അതിന്റെ അതിജീവനം എന്ന അതിപ്രധാനമായ ഘടകം ജനങ്ങളുടെ ഒന്നിക്കലും സമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ സമ്മേളനം അതിന്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്.